ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഒരു വാട്ടർ ഈറ്റിനിടെ എടുക്കാമെന്ന്. കാരണം ഇന്ന് സൺഡേ ആണ്. ഓൾറെഡി ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തു, പക്ഷേ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ട് ഞാനത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വെച്ചു. ഇന്ന് സൺഡേയും കൂടെ അല്ലേ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ ഓഫീസിൽ പോയിട്ട് വന്ന ഡ്രസ്സാണിത്. ഞാൻ അഴിച്ചില്ല. ഇന്നലെ ഞാൻ ഭയങ്കര ടയർഡായതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സിൽ തന്നെ ഉറങ്ങി. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ പല്ലൊക്കെ തേച്ചു. അത് കഴിഞ്ഞ് പപ്പ ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാമെന്ന്. ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ കണ്ടതാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ചപ്പാത്തി, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇന്നത്തെ ലഞ്ച് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ബ്ലിസ്സിൻ്റെ വീട്ടിൽ നിന്നാണ്. ബ്ലിസ്സിൻ്റെ അമ്മ നല്ല സൂപ്പറായിട്ട് ബീഫ് കറി വെക്കും. ഭയങ്കര ടേസ്റ്റാണ്. നന്നായിട്ട് ബീഫ് കറി വെക്കും. അപ്പോൾ ബീഫ് കറി വെക്കുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ അവിടെ നിന്നായിരിക്കും ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ഇതൊക്കെയാണ് പരിപാടി. ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു 8:30 ആയി. പപ്പ വന്ന് വിളിച്ചു. പപ്പ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് സൺഡേ ഒക്കെ എണീക്കുന്നത്. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പാവും. പക്ഷെ ഇന്ന് പപ്പ ഉള്ളതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റു. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കിഴങ്ങ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിലൊക്കെ പോകാൻ ലേറ്റ് ആവുന്ന ദിവസങ്ങളിൽ, ഓഫീസിൽ രാവിലെ പോകാൻ ലേറ്റ് ആവുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാനാണെങ്കിൽ ഏത്തക്ക വാങ്ങിക്കും, ഏത്തക്ക കഴിക്കും. ചിലപ്പോൾ ഏത്തക്കയും കൊണ്ട് ഓഫീസിൽ പോയി അവിടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ഏത്തക്കയുടെ ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു. എന്താ പൊളിഞ്ഞിരപ്പം. അപ്പോൾ രാവിലെ ഞാൻ കരുതി ഒരു ഏത്തക്ക കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എന്നും രാവിലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. എഴുന്നേറ്റ് വന്ന് പല്ല് തേച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കും. അത് ഞാൻ കുടിച്ചു. ഏത്തക്ക കഴിക്കാന്ന്. അച്ചോട്ടൻ എഴുന്നേറ്റിട്ടില്ല. അച്ചോട്ടൻ ഉറക്കമാണ്. പപ്പ എഴുന്നേറ്റു. പപ്പ ഏത്തക്ക അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പപ്പയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഈ ഏത്തക്ക അവർക്ക് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. എനിക്ക് ഏത്തക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല വെയിറ്റ് ഗെയിൻ ചെയ്യാലോ. അത് കേട്ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വിചാരിക്കുന്നു പപ്പയെ കൊണ്ട് എടുപ്പിക്കാമെന്ന്. ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പപ്പയെ വിളിക്കാം. പപ്പ എടുത്ത് തരുമായിരിക്കും. അപ്പം നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊഴിക്കാം. ഉപ്പിടാം. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം.
ഇതാണ് എൻ്റെ സ്പെഷ്യൽ ചപ്പാത്തി റെസിപ്പി. നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കാം. ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തി കുഴയ്ക്കാൻ ഞാൻ ഇച്ചിരി എക്സ്പേർട്ടാണ്, അത് ഞാൻ ഇവിടെ വേണമെങ്കിലും പറയും. വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ക്ഷമിക്കുക. അപ്പാജിയാണ് വീഡിയോ എടുത്തു തരുന്നത്. സക്സസ്ഫുള്ളി കുറച്ച് വെള്ളം കൂടിപ്പോയി. നമുക്ക് കുറച്ചുകൂടെ കുറച്ച് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നന്നായിട്ടൊന്ന് കുഴയ്ക്കാം പങ്കാളൊക്കെ പൊടിയിട്ട്. ഇനിയാണ് ടെസ്റ്റ്. നമ്മൾ കുറച്ച് പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോ നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ഈ പൊട്ടറ്റോ മുഴുവനായിട്ട് നമുക്ക് ഇടാൻ പോവാണ്. പിന്നെ കുറച്ച് മല്ലിയില, ഇതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഇതാണ് ഇതിനകത്ത് സാധനം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കഴിക്കാൻ എടുക്കുന്നേ. പപ്പായക്ക് എന്തോയി കാണിക്കുന്നത്. കുറച്ച് മുട്ടി പിടിക്കുന്ന പോലെ ഉണ്ട്. കുറച്ച് പൊടിയിലേക്ക് അപ്പം നമ്മുടെ മാവ് ദേ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പരത്തിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം ഗൈസ്. സ്പെഷ്യൽ ചപ്പാത്തി പരത്താൻ പറ്റുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നു. അപ്പ ശ്രമിക്കാന്ന് പറഞ്ഞു. ഒട്ടിപ്പിടിക്കുന്നു ഗൈസ്, ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പരത്തി തരൂ അപ്പ. പപ്പ ഒരു വൈബ് തന്നെ കേട്ടോ. ഹായ് പപ്പ വരത്തി. ഞാൻ ഇത്ര നേരം ഇവിടെ കീറി പറിച്ച്. ഓ ഗുഡ് ജോബ്. സത്യം പറ, പപ്പയ്ക്ക് വേണ്ടി ചപ്പാത്തി വരത്തില്ലല്ലായിരുന്നോ? ഹായ്, ഞാൻ ഇത്ര നേരം ഇവിടെ കിടന്ന് പെട്ടേം കരയാറായി. എൻ്റെ അളിയ സീൻ സക്സസ്ഫുള്ളി ആയിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി. പൊട്ടറ്റോ ഫില്ല് ചെയ്ത് കഴിക്കാം എന്ന് വിചാരിച്ചത് എൻ്റെ തെറ്റ്. ഞങ്ങളത് ആദ്യമേ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പം ഇപ്പോൾ ചപ്പാത്തിയും കിഴങ്ങറി സ്പെഷ്യൽ ഉണ്ടാക്കുവാണ്, അല്ല സെപ്പറേറ്റ് ഉണ്ടാക്കുവാണ്. ആദ്യമേ ഇതങ്ങ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം കഴിച്ചിട്ട് അടുത്ത പരിപാടി പിടിക്കാൻ പറ്റും. പപ്പ ഉണ്ടാക്കി എൻ്റെ അടയാളം. ഹായ്, താങ്ക്സ് ഉണ്ടേ. നാണം കൊണ്ടെന്നിൽ പാലം തുള്ളി. ഓ സമാധാനം. പ്ലാവില പൊൻതളികൾ. ഇത് ലാസ്റ്റ് ചപ്പാത്തിയാണ്, കഴിഞ്ഞു. ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കത്തില്ലേ വീട്ടിൽ. 10 മണിയായി. ഏത്തയ്ക്ക കഴിച്ചത് കാര്യമല്ല, വേറെ വശം ചത്താനിപ്പം. നമുക്ക് ഇതും കൂടെ ആയിട്ട് കിഴങ്ങറിയും കൂടെ ആയിട്ട് കഴിക്കുമ്പോൾ ഞാൻ കാണിക്കാം. ചിലപ്പോ ഞാൻ
ഗൈസ് ഇപ്പൊ സമയം എത്ര മണിയായി? സമയം എത്ര മണിയായി ചേട്ടാ? 10:30 ആയോ? 10:30 നമ്മളിപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പപ്പയുടെ ചപ്പാത്തി, എൻ്റെ കിഴങ്ങേറി നമ്മൾ കഴിക്കാൻ പോവാണ്. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി താഴെ ഹായ് തനു. ചപ്പാത്തി തരട്ടെ? നമ്മുടെ ബ്ലിസിന്റെ വീട്ടിൽ പോകാൻ ഇറങ്ങി. സമയം എത്രയായി? സമയം ഇപ്പം 12 മണി കഴിഞ്ഞു. ഞാൻ കുളിച്ചോണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു വിളി പിടിക്കാം. അപ്പൊ നമ്മുടെ വണ്ടിയിലാണ്. പറ്റുമെങ്കിൽ എനിക്ക് പാർലറിലൊന്ന് കയറണം റെഡി ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് വയ്ക്കട്ടെ. അവിടെ ചെന്നിട്ട് കാണിക്കാം. കുളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഹായ് ഗൈസ്. അപ്പൊ നീ മുടി കുളിച്ചുകൊണ്ട് മുടി പറയുന്നവരൊന്നും ഇരിക്കുന്നില്ല. അപ്പം ഞാൻ ദേ പോകുന്ന വഴിക്ക് ചിറ്റയുടെ വീട്ടിലൊന്ന് കയറാമെന്ന് വെച്ചു. അവിടെ എന്തോ CCTV എന്തോ വെക്കുവാണ്. അപ്പം ജസ്റ്റ് അവിടോട്ടൊന്നും കൂടെ കയറിയിട്ട് പോകാമെന്ന് വെച്ചു. പപ്പയും അച്ചേട്ടനും ഇവിടെ ഉണ്ട്. അപ്പം നമുക്കവിടെ എന്ത് നടക്കുന്നതാണ്. മാക്സിനെ കാണിച്ചു തരാം ഗൈസ്. മാക്സ് എന്ത് മാക്സിനെ കാണിച്ചു. മാക്ഷി ചുണ്ടടി പൊന്നി ചുണ്ടടി മണി ചുണ്ടടി മണി ചുണ്ടടി. മാക്സേ വാ. മാക്സേ മാഷി 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 ദാ മാഷി മാഷി. എനിക്ക് തൊടാൻ പറ്റത്തില്ല. നീ അവിടെ വാ വാ. മാക്സേ ബാ. ഇപ്പുറത്തോ മാക്സേ? ഇപ്പുറത്തോ മാക്സേ? മാക്സേ മാഷി മാഷി മാഷി. അയ്യേ അയ്യേ. എവിടെയാണ് CCTV? എവിടെയാണ് വെച്ചത്? ഞാനൊരു CCTV ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് എന്റെ കമ്പനിയിൽ എന്താ വെക്കാനത്? CCTV അറിയത്തില്ലായിരുന്നോ? ഞാൻ CCTVയുടെ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. ഈ മോഡം അടിച്ചോണ്ട് പോയിട്ട് എന്തോ കിട്ടാനാ? അതൊന്നും ആരും കൊണ്ടുപോകത്തില്ല. ഫൈബർ ഒന്നും ഊരരുത് കേട്ടോ. ഊരിക്കഴിഞ്ഞ് അമ്മമാര് വരേണ്ടി വരും. ഞാൻ ഈ ക്യാമറയുടെ ഒന്ന് വിളിച്ചോണ്ടിരിക്കാൻ വിളിക്കാം. ഞാനുണ്ട് പഴം. റെസൊല്യൂഷനൊക്കെ ഉള്ളത്. ഒരു 5,000 രൂപയ്ക്ക് എമ്മയുടെ ക്യാമറ ഉണ്ടാക്കണം. ചോറ് കുറവാണ്. റോബസ്റ്റിക്കാ ടേസ്റ്റ്.
പഴം എങ്ങനെയുണ്ട്? വെള്ളം എടുക്കാൻ മുപ്പി വേണം. മുപ്പി വേണോ? ഇത് നല്ല കുപ്പി. ഇതല്ല ആ രണ്ട് അതാ പറഞ്ഞത്. വേണമെങ്കിൽ എടുത്തോ. ഗ്ലാസ്സിൽ തട്ടെ കുഴി ചാടും. അതിനെ കുറച്ച് വൈകി ചാടുന്നുണ്ട്. ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരാരും കുഴിയായിട്ട് തോന്നത്തില്ല. അവർക്കൊക്കെ ജീവിതം സന്തോഷമുള്ളതാണ്. ശ്രീകുട്ടൻ എനിക്ക് ശ്രീകുട്ടൻ എനിക്ക് തോന്നുന്നു അവനുമായിട്ട് 4 വയസ്സിന്റെ വ്യത്യാസം. അത് കട്ട് ചെയ്തോളാം. 5 വയസ്സിന്റെ ഇവൻ കെട്ടിയിട്ട് വേണം അവനെ കെട്ടിക്കാൻ. ഉടനെ നടത്താം. ഇനി അതേ നീട്ടിക്കൊണ്ട് പോകണ്ട എന്ന് ഞാൻ പറയാന്ന് പറയണം. ആരുടെ കല്യാണം? അച്ഛൻ്റെ. എന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത്. നല്ല രീതിയിൽ ജീവിതം തുടങ്ങി. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചൊരു കുഞ്ഞു കാര്യങ്ങൾ. അച്ചേട്ടനെ കൊണ്ട് സഹിക്കാൻ അപ്പഴാ പിന്നെ സിംഗിൾ ജീവിതം ആസ്വദിക്കുന്നവര്. ക്യാമറ അടിക്കുന്നുണ്ട്. മാക്സും കാക്കകളും കൂടെ ലഞ്ച് കഴിക്കുന്നു. ഗൈസ്, നമുക്ക് ചോറിന സമയമായി. സോ നമുക്ക് ബ്ലിസ്സിന്റെ വീട്ടിലോട്ട് പോകാം. കളമശ്ശേരി അമ്പലിപ്പടി. അങ്ങനെ നമ്മൾ ബ്ലിസ്സിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഞാനാണെങ്കിൽ നല്ല വിശന്ന വയറുമായിട്ടാണ് ചെല്ലുന്നത്. കുറേ ചോറ് കഴിക്കണം. നമ്മൾ അങ്ങ് കടവന്ത്രയിൽ നിന്ന് ബ്ലിസ്സിൻ്റെ വീട്ടിൽ വരെ വരണമെങ്കിൽ ബ്ലിസ്സിൻ്റെ അമ്മ വയ്ക്കുന്ന ബീഫ് കറി എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ആ ചോറും ബ്ലിസ് എപ്പോഴും കഴിക്കുന്ന ഫോട്ടോ ഇട്ട് വരും എന്ത് വെച്ചാലും. അപ്പോൾ ഞാനിങ്ങനെ കണ്ട് കൊതി വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളത് കഴിക്കാൻ പോവാണ്. എത്തി നമുക്ക് ചോറ് കഴിക്കുമ്പോൾ കാണാം. എന്തോ പെറുക്കിടുന്നു. ഇത് നല്ല മണമല്ലേ ചോറ്. കൊള്ളാം. അയ്യോ, അതൊരു കഷ്ടപ്പല്ലേ ഗൈസ്. ഞങ്ങൾ കഴിക്കുകയും ചെയ്യും കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഇല്ലാതെ നിർത്തി കല്യാണം നടത്തും. കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട് നടക്കുന്നുണ്ട്. അത് മതിയോ? ഇതെന്താ ബ്ലിസ്സ? കിഴങ്ങാണോ ഈ സാധനം? ഞാനങ്ങനെ വീട്ടിലങ്ങനെ കഴിച്ചിട്ടില്ല. ഓടി തിരിച്ചിട്ട് പോയി.
നമ്മൾ വിടരുത്. അമ്മ മിണ്ടല്ലേ വീട്ടിലെടുത്തോണ്ടിരിക്ക അമ്മൂനെ വീഡിയോ എടുക്കുന്നു. എന്താ വെച്ചാ വെച്ചിട്ടയാ മറ്റേത് അടിക്കത്തില്ല, തവണ അടിക്കത്തില്ല. ക്രീംബൺ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഹർത്താലും ഒന്നാലും നോക്കിയായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓണം ക്രിസ്മസ് അതിനൊക്കെ അത് കിട്ടും. ക്രിസ്മസിന് എത്ര ഒത്തിരി ഉണ്ടോ? ക്രിസ്മസിന് പിറ്റേ ദിവസം ക്രിസ്മസ് നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ? പോകാം. ഇവിടെ പോയാലോ? നിങ്ങൾ വാഗമണ്ണ് പോയല്ലോ, എങ്ങനെയുണ്ട് വാഗമണ്ണ്? ഞാൻ അന്ന് അച്ഛയുടെ തന്നെ ഇങ്ങനെ പുറമേ തടാകാനെ സമയമായിരുന്നു. ഛർദിച്ച് വർഷം കെട്ടാൻ മഴ മഴ എന്ത് ക്ലൈമറ്റ് നട്ടപ്പുറം ഉച്ചക്ക് മഴ. കുറുക്കനും കൊഴിക്കും കല്യാണം, വെയില്, മഴ. ആരാ അത്? നമ്മളെങ്ങനെ ഇടിക്കും. ഓ തലയടിച്ചിടക്കണൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മുടെ രാത്രിയിലത്തെ ഡിന്നറാണിത്. പപ്പയുടെ സ്പെഷ്യൽ ചീനി കപ്പ. ഇതാണ് കപ്പ. കപ്പ കപ്പ വേവിച്ചെന്ന് പറയും. കപ്പ വേവിക്കുന്നു പറയുമ്പോൾ അത് നമ്മുടെ നല്ല നാടൻ കപ്പയാണ്. ഈ കപ്പ കണ്ണ് തെറ്റിപ്പോയാൽ വെന്ത് പോവും. പക്ഷെ ഇതാ എനിക്കിഷ്ടം, ഇതാ നല്ലത്. ഇത്രയും കുഴഞ്ഞ് ഇപ്പം ഒരു കപ്പ 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 പുഴുക്ക്, അതാണോ അപ്പൊ അത്? ഈ കപ്പ വിളമ്പി ഒരു പ്ലേറ്റിന്റെ പുറത്തോട്ട് വെച്ചിട്ട് അതിന്റെ പുറത്തൊരു മീൻ മറിച്ച് അങ്ങനെ വെച്ച്, അതാണ് ചാള ഫ്രൈയും കപ്പയും. പിന്നെ ബ്ലിസ്സിന്റെ അമ്മ കൊണ്ടുവന്ന, നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് നമ്മൾ കഴിക്കുകയും ചെയ്ത് എടുത്തോണ്ട് വന്ന ബീഫ് കറി. ഒക്കെ അല്ലേ കപ്പ. അപ്പൊ നമുക്ക് കപ്പ ready. ഇനി കഴിക്കുന്ന താമസമേ ഉള്ളൂ. ഇളകി കഴിച്ച് ഇളകി മീൻ ഫ്രൈ ആയിട്ട് വേണം നമുക്ക് ചീനിയുടെ കൂടെ ഒരു പിടി പിടിക്കാൻ. ചോറ് കഴിക്കണ്ടായോ? ചോറ് കഴിക്കണം. ഇതാണ് നമ്മുടെ ഡിന്നർ. കപ്പ, മീൻ വറുത്തത്, ബീഫ് കറി. എങ്ങനുണ്ട്? സൂപ്പറാണോ? കഷ്ടം, എന്നെയാണോ ആദ്യം അടിക്കാൻ ചോദിച്ചത്? അപ്പൊ നമ്മള് ചീനിയും മീൻകറിയും ഒക്കെ കിടന്ന് ചീനിയും മീൻകറിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി ഞാൻ ഒരു സാധനം കൂടെ കഴിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ചീനി കഴിച്ചിട്ട് ഇനി ഞാൻ എന്തോ കഴിക്കാൻ പോകുന്നതെന്ന്. ഇനി എനിക്ക് മരുന്നുണ്ട്, നമ്മൾ അതും കൂടെ കഴിച്ച് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വാട്ട ഈറ്റിനിടെ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. രാവിലെ ഞാൻ വിചാരിച്ച പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. കഴിഞ്ഞു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. cheers.